ആം ആദ്മി പാർട്ടിയെ തകർക്കുക മാത്രമാണ് ഇഡിയുടെ ലക്ഷ്യമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ. മദ്യനയ കേസിൽ 100 കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പണം എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. CBI 31,000 പേജുള്ള കുറ്റപത്രവും ഇഡി 25,000 പേജുള്ളതും സമർപ്പിച്ചു. ഇവ രണ്ടും ഒന്നിച്ചു വായിച്ചാലും ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? കെജ്രിവാൾ ചോദിച്ചു. എല്ലാ അനുമതിയും വാങ്ങിയാണ് മദ്യനയം നടപ്പിലാക്കിയതെന്നും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കെജ്രിവാളിന് സ്വയം വാദിക്കാനായിരുന്നെങ്കിൽ അഭിഭാഷകർ എന്തിനാണെന്ന് ഇഡി ചോദിച്ചു. മുഖ്യമന്ത്രിയായതിനാലല്ല, അഴിമതി കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പോലും ഉപയോഗിക്കുകയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പ്രത്യേകം ആനുകൂല്യം നൽകരുതെന്നും കെജ്രിവാളിനെതിരെ തെളിവുകളുണ്ടെന്നും ഇഡി ആരോപിച്ചു. കെജ്രിവാളിനെ ഒരാഴ്ച കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് ഇഡി ആവശ്യപ്പെട്ടു. അതേസമയം കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. നിലവിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന കോടതി ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി സ്വദേശി സുർജിത് സിംഗ് യാദവിന്റെ ഹർജി തള്ളിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം കെജ്രിവാളിന്റെ കസ്റ്റഡി 4 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 1 വരെയാണ് കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടിയത്. തന്റെ മൗലികാവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇഡി പ്രവർത്തിക്കുന്നതെന്ന് കെജ്രിവാൾ ഉന്നയിച്ചെങ്കിലും ഇടപെടാൻ കോടതി തയ്യാറായില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഏപ്രിലിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ച് എൻഫോഴ്സ്മെന്റിന് ഡൽഹി കോടതി നോട്ടീസ് നൽകി. കൂടാതെ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജിയും കോടതി തള്ളി. കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തുള്ളതാണ് ആവശ്യമെന്ന ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ വിലയിരുത്തി. കോടതിയിൽ കെജ്രിവാൾ തന്നെയാണ് തനിക്ക് വേണ്ടി വാദമുന്നയിച്ചത്. തന്നെയും പാർട്ടിയെയും തകർക്കാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇഡി പറയുന്ന 100 കോടി ഒരിടത്തു നിന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നും രാജ്യത്തെ ഒരു കോടതിയും താൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും വാദിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.